ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മേഘാലയൻ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സിജുവിലാണ്. സിജുവിൽ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി. അവർ കുറച്ച് കൺസേർഡ് ആണെന്ന് തോന്നുന്നില്ലേ ആൾക്കാർ. അദ്ദേഹം ഇവിടുന്ന് മാരേജ് ചെയ്തതല്ലേ, അപ്പം അവരായിട്ടുള്ള ട്രഡീഷൻസും കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം അവരുടെ പ്രൈവസിയൊക്കെ മാനിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വാരിച്ചോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഗൂഗിളും വെച്ച് 2 വഴി കാണിച്ചു. നമ്മളിവിടുത്തെ ലോക്കൽസിനോട് കാണിച്ചപ്പോൾ ഞാൻ കാണിക്കുന്ന വഴി ഭയങ്കര മോശമാണ്, നിങ്ങൾ നേരെ വഴി പോയിട്ട് അവിടെ നിന്നൊരു പള്ളിയുണ്ട്, അവിടെ നിന്ന് ബ്രിഡ്ജ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എമാംഗ്രെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തിട്ടുള്ള മേഘാലയയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വാരിച്ചോര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാനും കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സിജുവിലേക്ക് എത്തുന്ന ഒരു 15 കിലോമീറ്റർ റോഡ് മോശമായിരുന്നു. അതൊരു റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു, നല്ല അടിപൊളി റോഡായിരുന്നു. പക്ഷേ അതിന് ശേഷം 2022 മറ്റേ ഒരു മേഘസ്ഫോടനം നടന്ന റോഡ് മൊത്തം ഒലിച്ചു പോവുകയായിരുന്നു ഇത്. അപ്പോൾ അതിനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. 15-16 കിലോമീറ്റർ ഉണ്ട്. സിജുവിന് ശേഷം റോഡ് എന്നുള്ള സാധനം ഇല്ല, വാരിച്ചോര ഇറങ്ങുന്ന റോഡില്ല. അപ്പം ഒരു റോഡ് കാണിച്ചത് നാട്ടിൽ പറഞ്ഞാൽ അതുവഴി പോകാതിരിക്കുകയാണ് നല്ലത്, ഭയങ്കര മോശം റോഡാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വേറെ റോഡിൽ കൂടി പോവാണ്. എമാംഗ്രെ. അതെ അതെ. അപ്പോൾ നമ്മൾ ഇതുവഴി എമാംഗ്രെ എന്ന് പറയുന്ന സ്ഥലത്ത്, എമാംഗ്രയിൽ നിന്നാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ജസ്റ്റ് കുറച്ചുകൂടി പോകണം, റിമാംഗ്രെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്യാനുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്ക് ഹെൽമെറ്റ് എടുത്തിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് എവിടെ വെച്ചിട്ട് പോകുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് എടുക്കാതിരുന്നത്. കുറച്ച് ദൂരമേ ഉള്ളല്ലോ, ഒരു 1 അവർ റൈഡേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെയും പോകാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ റൈഡിൽ നമ്മൾ ഹെൽമെറ്റ് എടുക്കുന്നില്ല. വളരെ മോശം റോഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും സ്പീഡിൽ പോകാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളും വളരെ കുറവുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം റിസ്ക് എടുക്കാണ്ട് പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഹെൽമെറ്റും എടുക്കാതിരുന്നത്. റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അട്ടർ വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കാരണം മേഘസ്ഫോടനം കഴിഞ്ഞിട്ട് റോഡ് ഇവിടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റോഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ മണ്ണടിച്ചിട്ട റോഡിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ടായിരുന്നു. 1-2 വട്ടം മഴ ചാറ്റലൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ഏത് വഴിയും ഞങ്ങൾ താണ്ടി കടന്നിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. ഇതൊരു ടെമ്പററി ആയിട്ട് കെട്ടിയിട്ടേക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അതായത് നമ്മളെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായപ്പം ലാസ്റ്റ് ടൈം ഇതെല്ലാം വൈപ്പ് ഔട്ടായി പോയിരുന്നു. അപ്പം അതാണ് മെയിൻ. അതായത് നല്ല കട്ടയും കമ്പിയൊക്കെ വെച്ച് പണിയുന്ന ബ്രിഡ്ജാണ് അത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തടി ഒക്കെ വെച്ച് തകര ഒക്കെ വെച്ച് അടിച്ചു വെച്ചേക്കുന്നതാണ്. ടെമ്പററി സാധനമാണ്, ഈ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ മെയിൻ റൂട്ട് തിരിയുന്നത്. നേരെ പോയാൽ നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലേക്കും, ഇവിടെ നിന്നൊരു റൈറ്റ് സൈഡ് കട്ടുണ്ട്, അതാണ് എമാംഗ്രെ. അതായത് അവിടെ നിന്നാണ് പിന്നീട് വാരിച്ചോരയിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. ദൈവമേ, പുറയിലത്തെ വണ്ടി കയറിയപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, ഇപ്പോൾ ആരെല്ലാം കൂടെ കാരണം ഇടിഞ്ഞ് താഴെ വീഴുമെന്ന്. നല്ല സ്ട്രോങ് ആണ്, കാരണം നമ്മുടെ ആർമിയൊക്കെ കിട്ടിയതാണ്. ഇവിടെ ലോക്കലി കാണുന്ന ടിമ്പറൊക്കെ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന സാധനമാണ്. അത്ര പെട്ടെന്നൊന്നും താർന്നു പോകത്തൊന്നുമില്ല. എന്തായാലും പാലം കടന്നു കിട്ടി. ഇനി പോവാണ് നമ്മുടെ കേരളം. കണ്ടോ, നമ്മുടെ കേരളം വെച്ചാൽ നമ്മുടെ പുഞ്ചയൊക്കെ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് തോന്നി. അങ്ങനെ ചെറിയൊരു മഴ തലേന്ന് രാത്രി കിട്ടേണ്ട 8-ന്റെ പണി ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവർ പല വഴിയിലും മണ്ണടിച്ച് നിരത്തിയേക്കാണ്. ഇവിടെ കുഴിയൊക്കെ ഉള്ളിടത്ത് മണ്ണ് അടിച്ചിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഈ പാറപ്പൊടിയൊക്കെ അടിച്ചിരുന്നില്ല, അതിനൊരു മണ്ണാണ് അടിച്ചിരുന്നത്. എന്തായാലും അവർ അടിച്ചിട്ടാലും നമുക്കാണ് പണി. 2 വീലേഴ്സിനാണ് എപ്പോഴും പണി. 4x4 ഒക്കെ ഈസി ആയിട്ട് കയറി പോകും. ഇവിടെ വലിയ മോശമല്ല റോഡെന്ന് പറയുന്നത്. ഈ റോഡ് മോശമില്ല, മറ്റേ റോഡാണ് മെയിൻലി പോയി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിന്നെ കവുങ്ങിൻ തോട്ടങ്ങൾ ഭയങ്കര സുലഭമായിട്ട് കാണാവുന്ന ഒരു സ്ഥലമാണ്. എനിക്കൊന്നും അതിന് പറ്റിയൊരു കാലാവസ്ഥ. നമ്മുടെ ചേട്ടൻ പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞത് ഇവിടുന്ന് ആസാമിൽ നിന്ന് ആൾക്കാർ വന്ന് ഇത് മൊത്തത്തിൽ പറിച്ചുകൊണ്ട് ഒറ്റയടി ലേലം വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ബിസിനസ്സാണ്, കാരണം ഇവർക്ക് നല്ല പൈസയും കിട്ടും, അവർക്ക് അവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ അതിനെക്കാട്ടി പൈസയും കിട്ടും. അപ്പോൾ 2 പേർക്കും നല്ല സാഹചര്യമാണ് ഈ അടയ്ക്ക ബിസിനസ് എന്ന് പറയുന്നത്.
നമ്മുടെ ടേണിങ്ങിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററോടെ ഉള്ളൂ എമാങ്കര എത്താനായിട്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള റൈഡും അല്ല, കാരണം ഒറ്റയടി പാതയാണെങ്കിലും റോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാനും പറ്റും. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് ഈ പൊടിയൊക്കെ അടിച്ചിരിക്കുമല്ലേ, അപ്പോൾ അത് കണ്ണിലോട്ട് വീണ് നമുക്ക് ചിലപ്പോൾ പ്രശ്നമുണ്ടാകും. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓടേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമുക്കിത് കൊണ്ടുവയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത്. അപ്പോൾ അതെന്തായാലും അതൊരു മണ്ടത്തരമായി പോയി. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയിട്ട് നമ്മൾ ചെന്ന് പറയാം എന്താ അവിടുത്തെ അവസ്ഥയെന്ന് പറയാം. ചെന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു വാരിച്ചോരയെ പറ്റി നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ പോലും അവർക്ക് പോലും ഇതിനെപ്പറ്റി അറിയത്തില്ല. കാരണം ഇടയ്ക്ക് വന്ന ഏതോ കുറച്ച് ട്രാവലേഴ്സാണ് ഇത് ഇൻസ്റ്റഗ്രാം വഴി ഇത്രയും ഫേമസ് ആക്കി. നമ്മൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു. വാരിച്ചോരയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എമാങ്കരയിലാണ്. അപ്പോൾ എമാങ്കരയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ പിന്നെയും പോകണം വാരിച്ചോര. അങ്ങോട്ട് റോഡില്ല. JCB അപ്പോൾ ഇവിടുന്ന് ഒരു പിക്കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പിക്കപ്പിന് ഒരു 3000 രൂപയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വേറെ ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് 1500 രൂപയാവുന്നുണ്ട്. അപ്പം മുന്നോട്ടുള്ള വഴി ഭയങ്കര മോശമാണെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പോയി കണ്ട് യാതൊരു പരിചയമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ പിക്ക് ചെയ്യാൻ ഏതൊരു ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ്. അതിനുശേഷം വാരിച്ചോരയിലേക്ക് പോകുമെന്നാണ് അവിടുത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. പിന്നെ വാരിച്ചോരയിൽ അവിടെ ഈ നമ്മുടെ ഈ ബൊലേറോ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് പിന്നെ ട്രക്ക് ചെയ്ത് 1-1.5 കിലോമീറ്റർ വീണ്ടും ട്രക്ക് ചെയ്ത് വേണം താഴെ ഇറങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്, 50 രൂപ എൻട്രി ഫീസ് ഉണ്ട് വാരിച്ചോരയിലേക്ക് ഇറങ്ങുന്നതിന്. പിന്നെ ഒരു ഗൈഡും വരും. ഗൈഡിന് ഒരാൾക്ക് 500 രൂപയാണ് അവർ പറയുന്നത്. അപ്പം നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ആൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ വണ്ടിയും 3500 രൂപ ഒരാൾക്കാകും. അപ്പം നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ബാഗ്മര ബാക്ക് പേഴ്സ് എന്ന സംഭവമുണ്ട്. അവർ 2000 രൂപയുടെ ഒരാൾക്ക് പാക്കേജ് പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ പൈസ എക്സ്ട്രാ ആവും. കാരണം ഇവിടെ ഫുഡിന് ഒരാൾക്ക് 300 രൂപ വാങ്ങിക്കുന്നത്. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെയൊക്കെ. കാരണം 2-3 വർഷം ആവുന്നേ ഉള്ളൂ ഈ സ്ഥലമൊക്കെ ഫേമസ് ആയി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഹോം സ്റ്റേ തന്നെ 1500 രൂപയാണ് ഹോം സ്റ്റേയുടെ റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ രാത്രി പോരുന്നതന്നെ 1500 രൂപ റെന്റ്, പിന്നെ ഫുഡ് എക്സ്ട്രാ, പിന്നെ ഈ വണ്ടി ഹയർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. അപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഈ വാരിച്ചോരയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ രാവിലെ 8 മണിയായിട്ടാണ് ഇവരൊക്കെ ഇപ്പോൾ കയറിയിട്ട് ഇവിടെ ഒരു ചെറിയ വഴിയിലേക്ക് കടക്കുകയാണ് ഗൈസ്. കടക്കം തന്നെ നല്ല കടക്കലായിരുന്നു.
പൈസ കൊടുത്ത് വരണം ഗൈസ്. എന്റെ കുണ്ടി എന്റെ നടുവ്. ഇവര് വണ്ടി പോയി പോയി റോഡായതാന്ന് തോന്നുന്നു കേട്ടാ. ഇവരുടെ വണ്ടി കയറി റോഡായെങ്കിലേ ഉള്ളൂ. റോഡായി പോയതാ. അല്ലാതെ ഇവിടെ റോഡും അവര് മണ്ണ് വെട്ടി ഇട്ടേക്കുവാണ്. നമുക്ക് കാണുമ്പോ അറിയാം റോഡ് ഫുള്ള് മണ്ണ് വെട്ടി ഇട്ടിരിക്കുകയാണ്. ഞാൻ വരുന്നത് പറഞ്ഞില്ലായിരുന്നോ? പിന്നെ മന്ത്രിയല്ലേ. ബുള്ളറ്റിന്റെ ടയർ അവിടെ എങ്ങനെ പോകുന്ന എനിക്ക് ഇപ്പൊ ഓർമ്മ എനിക്കൊരു മനസ്സിലുണ്ടത്. നിങ്ങളെ നടത്തിച്ചിട്ടായാലും ഞാൻ എന്റെ വണ്ടി എന്നെങ്കിൽ ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് വണ്ടി നേരെ പോകുന്ന ഒരു ആദ്യം വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് വണ്ടിക്കകത്ത് കയറിയതാ. ഇപ്പൊ നമ്മുടെ രണ്ട് ആദ്യമേ ചാടി കയറി ഫ്രണ്ടിൽ ഇരുന്നത് കാര്യമായി. അരുത്
പീപ്പിൾ ഏകദേശം 1 മണിക്കൂർ നേരത്തെ നടുവൊടിക്കുന്ന യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ നമ്മുടെ പിക്കപ്പ് ഇടുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വന്ന വഴി ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബൈക്കിലേക്ക് പോകാൻ നമ്മുടെ ബുള്ളറ്റിലേക്ക് കയറി പോകുന്നത് ഞങ്ങളുടെ ബൈക്കിൻ്റെ അടിയിലാണ് അതിൻ്റെ ബ്രേക്കിംഗ് സിലിണ്ടർ. അപ്പോൾ എന്തായാലും വന്ന് അടി കിട്ടി പണി കിട്ടിയാനായിരുന്നു. അപ്പോൾ ഒരു ഹിമാലയൻ അല്ലെങ്കിൽ എക്സ്പ്രസ് അങ്ങനത്തെ എക്സ്ട്രീം ഓഫ് റോഡ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോരാം. അല്ലെങ്കിൽ 4x4 ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പിക്കപ്പ് പോയിന്റ് വരെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ 1500 രൂപ കൊടുത്ത് വർത്താണെന്നല്ലേ, കുഴപ്പമൊന്നുമില്ല. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി ട്രക്കിംഗ് തുടങ്ങാൻ പോകണം. ട്രക്കിംഗ് നടത്തിയിട്ട് നമുക്ക് വാരീച്ച് വരെ എത്തണം. വെസ്റ്റേൺ കാരഗേഴ്സിൽ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയുള്ള ഒരു മീൻസ് 2-3 വർഷമായിട്ടുണ്ടാകത്തുള്ളൂ ഈ പ്ലേസൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ അങ്ങനെയാണ് ശരിക്കും ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴേ അട്രാക്ഷൻ തോന്നി നമ്മുടെ അടവിയുടെ ഒരു വേറൊരു ടൈപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് അട്രാക്ഷൻ തോന്നി ഇങ്ങോട്ട് വരാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഗാരോ മിത്ത് അനുസരിച്ച് ലാൻഡ് ഓഫ് 7 സർപ്പൻസ് എന്നാണ് അതിൻ്റെ ഇവരുടെ ഒരു വിശ്വാസം. ഏതോ ഒരു പഴയ കാല വിശ്വാസമാണ് അവരുടെ. പണ്ട് അവർക്കെല്ലാം ഈ മലകളെയും കുന്നുകളെയും ആരാധിച്ചിരുന്ന ആൾക്കാരാണല്ലോ അവരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കല്പമാണ് ലാൻഡ് ഓഫ്, അല്ലെങ്കിൽ ആ 7 സർപ്പങ്ങൾ വാസിക്കുന്ന സ്ഥലമാണ് വാരിച്ചോര എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ്, ചോര എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനൺ, ഡീപ്പായിട്ടുള്ള ഒരു മലയിടുക്കിൽ കൂടി ഒരു വെള്ളം പോകുന്നു, അതാണ് വാരിച്ചോര എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇപ്പോൾ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ കണ്ടല്ലോ വഴി വളരെ മോശമാണ്. 1 കിലോമീറ്റർ നടു ഓടിക്കുന്ന യാത്രയാണ്. പിന്നെ 1.5 കിലോമീറ്റർ ട്രക്കിങ് ചെയ്യണം. ആ ട്രക്കിങ് ചെയ്യേണ്ട വഴിയാണ് ഈ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെല്ലണം. അപ്പോൾ ഒരു വേറൊരു കാര്യമുള്ളത്, ഇവിടെ ലോക്കൽ ഗൈഡ് ഇല്ലാതെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, കൊടുങ്കാടാണ്. അതുകൊണ്ട് ലോക്കൽ ഗൈഡിന് ഒരാൾക്ക് 500 രൂപ വെച്ച് ഗൈഡിന് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ലോക്കൽ ട്രൈബ്സ് നടത്തുന്ന ഒരു ഏരിയയാണിത്. നമ്മുടെ പിക്കപ്പ് എല്ലാം അവിടെ പാർക്ക് ചെയ്യും. നമ്മൾ അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ പോവുകയാണ് വാരീച്ചോരയിലേക്ക്. അല്ലേ കണ്ണ? അവക്ക് കിട്ടേണ്ടത് അവക്ക് കിട്ടി. അതെ, അവൾ അതുകൊണ്ട് ഹാപ്പി ആയി.